Hello my dears, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു a channel. നമ്മുടെ വീഡിയോയിലൂടെ പലതരം റൈസ് ഐറ്റംസും ബിരിയാണി ഐറ്റംസ് ഒക്കെ കണ്ടിട്ടില്ലേ? ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കുഷ്ക റൈസിന്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. കുറേ ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് വന്നൊരു കമന്റ് ആയിരുന്നു, ചേച്ചി കുഷ്ക റൈസ് ഒന്ന് കാണിക്കുമെന്ന്. അപ്പോൾ ഇന്ന് ആ റെസിപ്പി തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാനിവിടെ എടുത്തേക്കുന്നത് ബസ്മതി റൈസ് ആണ് കേട്ടോ. നമുക്കിവിടെ ആന്ധ്ര റെസ്റ്റോറൻറ്റിലൊക്കെ ബിരിയാണിയൊക്കെ ബസ്മതി റൈസിലാണ് ഉണ്ടാക്കുന്നത്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ലോങ് ഗ്രെയിൻ റൈസ്. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് ഫോർച്യൂണിന്റെ ബിരിയാണി റൈസ് ആണ് കേട്ടോ. ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഇതുവരെയായിട്ടും ഫോർച്യൂണിന്റെ ബിരിയാണി റൈസ് ഉപയോഗിച്ചിട്ടില്ല. ദാവത്തിന്റെയും ഇന്ത്യ ഗേറ്റിന്റെ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഫോർച്യൂണിന്റെ ആദ്യമായിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എങ്ങനെയുണ്ടെന്ന് പോലും എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. പക്ഷേ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ സ്റ്റാർട്ടിങ് തന്നെ കണ്ടല്ലോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഗ്ലാസ്സാണ് എടുത്തേക്കുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് ഒരു 20 മിനിറ്റ് എങ്കിലും മിനിമം ഒന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുന്നുണ്ട്. 20 മിനിറ്റ് മതി, കാരണം കുക്കറിലായതുകൊണ്ട് തന്നെ അധികം നേരം ഒന്നും കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുതിർക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ ഒന്ന് മാറ്റി വെച്ചു, ഒരു 20 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാൻ ഇന്ന് കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് കുക്കർ അടുപ്പത്ത് വെച്ചു. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വീതം നെയ്യും എണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുത്തു. 4 ഏലക്ക, 5 ഗ്രാമ്പു, 1 മെയ്സ്, 2 സ്റ്റാർ അനീസും, പിന്നെ അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു പട്ട കഷ്ണം, പിന്നെ ഒരു ബേ ലീഫും, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം. പെരിഞ്ജീരകം തന്നെ ചേർക്കണം, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അതല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ജീരകവും ചേർക്കാം, പക്ഷെ പെരിഞ്ജീരകം എന്തായാലും ചേർക്കണം. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലിയൊരു സൈസ് ഉള്ളിയാണ് ചേർത്തേക്കുന്നത്. നീളത്തിൽ അരിഞ്ഞേക്കുന്ന ഉള്ളി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയുടെ കളർ നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ. ഇനിയിപ്പോൾ ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നന്നായിട്ട് വാടണം. ഉള്ളി നല്ലതുപോലെ വാടി വരണം കേട്ടോ. ആ സമയത്ത് മാത്രമേ ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാൻ പാടുള്ളൂ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരൊന്ന് വഴറ്റിയെടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചിട്ടും ചേർക്കാം, പക്ഷെ ഞാനിവിടെ അങ്ങനെ ചേർത്തിട്ടില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ട് ചേർത്തിട്ടുള്ളൂ. പിന്നെ പച്ചമുളക് അല്ലാതെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ആ പേസ്റ്റിൻ്റെ ഒക്കെ പച്ചമണം മാറി വന്നു. ഈ സമയത്ത് ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളി നീളത്തരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതങ്ങനെ വലിയ എരിവൊന്നും ഇല്ല, അതുകൊണ്ട് ഒരു 3-4 ചേർത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്താൽ മതി. എന്നിട്ട് ഈ തക്കാളിയൊക്കെ ഒന്ന് വാടി വരുന്നവരെ നല്ലതുപോലെ വഴറ്റിയെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ബിരിയാണി മസാല ചേർത്തിട്ടുണ്ട്. ബിരിയാണി മസാല അല്ലെങ്കിൽ ഗരം മസാല ഏത് വേണമെങ്കിലും ചേർക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഞാൻ പറഞ്ഞ പോലെ ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല ഏത് വേണമെങ്കിലും ചേർക്കാം. ഇതിപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നു. ഈ സമയത്ത് ഒരു 1/2 കപ്പും ഇല്ല, എന്നാൽ ഒരു 1/4 കപ്പിന് കുറച്ച് മുകളിലായിട്ട് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കൈപ്പിടിയോളം മല്ലിയില, അതേ അളവിൽ പുതിനയിലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ. ഒരു 2 മിനിറ്റ് ചൂടാക്കി എടുത്താൽ മതി. ഒരുപാട് സമയം ഇട്ടങ്ങ് ഇളക്കേണ്ട ആവശ്യമില്ല. 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്താൽ മതി. ഇനി ഇതിലോട്ട് കുതിർത്ത് വെച്ചേക്കുന്ന ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഞാനിവിടെ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വെള്ളത്തിൽ നിന്ന് അങ്ങ് മാറ്റി വെച്ചു. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് അത്രേ ആയിട്ടുള്ളൂ. ആ സമയം കൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മെല്ലെ ഒന്ന് ഇളക്കി എടുക്കണം. പെട്ടെന്ന് ഹറിബറിയിൽ ഇളക്കരുത്, കാരണം ബസ്മതി റൈസ് പൊടിഞ്ഞു പോവും. അതുകൊണ്ട് മെല്ലെ ഒന്ന് ഇളക്കിയെടുക്കുക. ആ മസാല എല്ലായിടത്തും ഒന്ന് തട്ടുന്ന രീതിയിൽ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് വെള്ളം ചേർക്കണം കേട്ടോ. വെള്ളത്തിൻ്റെ കണക്കെന്ന് പറയുന്നത് 1 ഗ്ലാസ് അരിക്ക് ഞാൻ 1.25 ഗ്ലാസ്സാണ് ചേർത്തേക്കുന്നത് വെള്ളം. അതായത് 1.25. എന്തിനാന്ന് വെച്ചാൽ 1/2 കപ്പോളം നമ്മൾ തൈര് ചേർത്തിട്ടുണ്ടല്ലോ, നിയർ ടു 1/2 കപ്പ് തൈര് ചേർത്തിട്ടുണ്ട്. പിന്നെ തക്കാളി ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വെള്ളം എങ്ങനെയായാലും ഈ അരിയിൽ തട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം കറക്റ്റ് ആയിരിക്കും. നിങ്ങൾ അതിൽ കൂടുതൽ ഒട്ടും ഒഴിക്കരുത് കേട്ടോ, ചിലപ്പോൾ കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളം കറക്റ്റായിട്ട് ഒഴിച്ചാൽ മാത്രം മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ മാത്രം അടുപ്പിച്ചെടുക്കുക. ഒന്നിൽ കൂടാൻ പാടില്ല. ഞാൻ എപ്പോഴും പറയും, ബസ്മതി റൈസ് ഒന്നിൽ കൂടുതലായാൽ ചിലപ്പോൾ കുഴഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ അടുപ്പിച്ച് പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് തുറന്നു നോക്കുമ്പം നമ്മുടെ കുഷ്ക റൈസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ കുക്കറിൽ വെക്കുന്നതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ മസാലയൊക്കെ മുകളിൽ വന്ന് കിടക്കുന്നുണ്ടാവും. അതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, ചൂടോടെ ഒരിക്കലും ഇട്ട് ഇളക്കരുത്, ചോറ് കുഴഞ്ഞു പോകാൻ സാധ്യതയാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് തണുക്കട്ടെ, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നല്ല അടിപൊളിയാണ്. താണ്ടില്ല, ഇപ്പോൾ തണുത്തതിന് ശേഷം ഞാൻ എല്ലാം മിക്സ് ചെയ്തെടുത്താണ്. അടിപൊളിയായിട്ട് ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ റൈസ് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇനി അടുത്തത് കാണിക്കാൻ പോകുന്ന ചിക്കൻ കബാബിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുത്തേക്കുന്ന കബാബ് മിക്സ് ആണ്. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. 1 മുട്ട മതിയാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കിട്ടണം, അത്രേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു 2 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലോർ ഏത് വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ കോൺഫ്ലോർ ആണ് ചേർത്തേക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
അത് കഴിഞ്ഞ് ഒരു 1/2 ടേബിൾ സ്പൂണോളം കശ്മീർ റെഡ് ചില്ലി പൗഡറും 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ ജീരകം നല്ല ജീരകം പൊടിച്ചതും 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ ചാറ്റ് മസാല ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ട് വരും എന്തായാലും ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാവും, അതുകൊണ്ട് ഞാനവിടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതെല്ലാം ഇടുകയെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള കബാബ് പൗഡർ റെഡി ആയി കിട്ടും കേട്ടോ. പിന്നെ ചാറ്റ് മസാല എപ്പോഴും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഉണ്ടെങ്കിൽ ചേർക്കുക തന്നെ വേണം, കാരണം അത്രയും ടേസ്റ്റാണ് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു മണമൊക്കെ ഉണ്ടാവും. ഇനി മിക്സ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് വെള്ളം വേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ നോക്കിയിട്ട് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത്യാവശ്യം തിക്കായിട്ടുള്ള ബാറ്ററാണ് റെഡിയാക്കി എടുത്തേക്കുന്നത്. ഇതിലോട്ട് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ 1/2 കിലോ ബോൺലെസ് ആണ് എടുത്തേക്കുന്നത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ടെൻഡർ ചിക്കനാണ്, പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടിക്കോളും. ചിക്കനും കൂടി ചേർത്തതിന് ശേഷം എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര തിക്ക് കോട്ടിങ് വേണ്ട കേട്ടോ ചിക്കന്. കാരണം എന്ന് വെച്ചാൽ നമ്മളത് എണ്ണയ്ക്കകത്ത് ഇടുന്ന സമയത്ത് അതിൻ്റെ കോട്ടിങ് തന്നെ ഇളകി ഇങ്ങ് വരും. അപ്പോൾ അതുകൊണ്ട് തിക്ക് കോട്ടിംഗ് ഒന്നും വേണ്ട, ലൈറ്റായിട്ടുള്ള ഒരു കോട്ടിംഗ് മാത്രം മതി. എന്നിട്ട് ഇത് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു മിനിമം ഒരു 2-3 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. ഇത് തലേദിവസം രാത്രി തന്നെ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത്രയും പണി എളുപ്പമാകും പിറ്റേ ദിവസം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ തലേദിവസം രാത്രി തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആയപ്പം ഞാൻ ഇങ്ങനെ വറുത്തെടുത്തു. ഞാൻ പറഞ്ഞ പോലെ തിക്കായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു കോട്ടിംഗ് ഒന്നും വേണ്ട, വളരെ ലൈറ്റായിട്ട് തിന്നായിട്ടുള്ളൊരു കോട്ടിംഗ് മതി. അത് തന്നെ ധാരാളമാണ്, കാരണം നമ്മൾ വറുക്കുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ സാധാരണ പൊടി കടയിൽ നിന്ന് മേടിച്ചിട്ട് എങ്ങനെയാണോ കബാബ് ഉണ്ടാക്കുന്നത് അതേ രീതിയിലുള്ള അതേ ടൈപ്പിലുള്ള അതേ ടേസ്റ്റിലും കിട്ടുകയും ചെയ്യും. ഇതിൽ ഒരു ഇൻഗ്രീഡിയൻസും സ്കിപ്പ് ചെയ്യാതെ ചേർത്തിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കബാബ് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ കബാബൊക്കെ റെഡി ആയിട്ടുണ്ട്. ഹോം മെയ്ഡ് കബാബ് മസാലയിൽ ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ കബാബ് സൂപ്പറാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇനി അടുത്തത് എഗ് കാരാ ദോശയുടെ റെസിപ്പി ആട്ടോ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 10 തൊട്ട് 12 വറ്റൽമുളക് ഒരു 1/2 മണിക്കൂർ മുന്നേ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് സോഫ്റ്റ് ആക്കി ഇട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് ഒരു 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ കുറച്ച് ഐറ്റംസ് കൂടി ഇട്ടിട്ടൊന്ന് അരയ്ക്കണം. ഒരു 2-3 ചെറിയുള്ളി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 തക്കാളി, ഒരു ചെറിയ തക്കാളിയുടെ 1/2 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ജീരകം നല്ല ജീരകം, കുറച്ച് മാത്രം ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ, ഒരു 4-5 ദോശ ഉണ്ടാക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ നമ്മുടെ മസാല റെഡിയാക്കിയിട്ട് ഇനി നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കത്തില്ലേ, അപ്പോൾ ദോശ ഉണ്ടാക്കുക, പരത്തുക, എന്നിട്ട് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കണം കേട്ടോ. ദോശ പരമാവധി തിന്നായിട്ട് തന്നെ ഇരുന്നോട്ടെ, കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ മസാലയും എഗ്ഗൊക്കെ ഇടുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കനത്തിലായിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പരമാവധി തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് ഈ മുട്ട പൊട്ടിച്ചതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മുട്ടയും മസാലയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഈ ദോശയുടെ എല്ലാ കോർണറിലേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മസാല എത്ര വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യാം. എരിവുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, പക്ഷെ എന്നാലും നിങ്ങൾ എരിവ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. സൈഡ്സിലൊക്കെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക, കാരണം ഈസിയായിട്ട് ഒന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ട് ഒന്ന് സൈഡിലൊക്കെ ഒന്ന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാ സൈഡിൽ നിന്നും ഒന്ന് ഇളകി വരുന്നുണ്ടോ നോക്കിയതിന് ശേഷം പതുക്കെ തിരിച്ചിട്ട് കൊടുക്കുക. ഫസ്റ്റ് മേ ബി ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നാം, പക്ഷെ എന്നാലും നമ്മളൊക്കെ ചെയ്ത് ശീലിക്കുന്നവരാണല്ലോ. അങ്ങനെ 2 സൈഡും തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്ത് 2 സൈഡും വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ എഗ് കാരാ ദോശ റെഡി ആയിട്ടോ. ഇത് പരമാവധി ചൂടോടെ കഴിക്കാൻ നോക്കുക. ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നാലും നമുക്കത് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൊടുത്തു വിട്ടുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ മുട്ട ചേർക്കുന്നില്ലെങ്കിൽ വെറും മസാല മാത്രം തേച്ച് കൊടുക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.